പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകരെ, നിങ്ങൾക്ക് നിരാശ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിലുള്ളൂ. കാരണം 2026 വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി കളിക്കില്ല. എന്തിനു പറയുന്നു? അർജന്റീന ടീം തന്നെ വേൾഡ് കപ്പിൽ ഉണ്ടാവുമോ എന്നുള്ളതിന് സംശയമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ്, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരല്ലേ, എന്താണ് ഈ പ്രാവശ്യം യോഗ്യതയില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല സുഹൃത്തുക്കളെ. മെസ്സിയും അർജന്റീന ടീം അംഗങ്ങളും, അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിലെ ആളുകളും എല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഉണ്ടാവുക. ഇനി ഗോവിന്ദചാമിയെ കൂട്ടുപിടിച്ച് അവർ ജയിലിൽ ചാടി ഫുട്ബോൾ കളിക്കാൻ പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ജയിലിൽ തന്നെയായി സ്ഥാനം. കാരണം അവർ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ പറ്റിക്കാൻ നോക്കിയത് റിപ്പോർട്ടർ ചാനലിനെയാണ്. റിപ്പോർട്ടർ ചാനൽ MD-നോടാ കളി, ആൻഡോ ആഗസ്റ്റിനോടാ ഞങ്ങളുടെ കളി. അവൻ എക്കാളി കുറേ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. മനസ്സിലായോ? പലതും വെട്ടി പിടിച്ചതാണ് ഞങ്ങൾ ഈ ഒരു സ്ഥാനം. മനസ്സിലായോ? കേരളത്തിലെ നമ്പർ 1 ചാനൽ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും മെസ്സിയും ഒന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ ഇല്ല. ഇവിടെ വന്ന് എൻ്റെ കാലേ വീഴും അവൻ. നിങ്ങളെന്താ ചിന്തിച്ചത്? എൻ്റെ കയ്യിൽ 130 കോടി അവൻ മേടിച്ചിട്ടുണ്ടേ മെസ്സി. അവൻ ഇവിടെ വന്നിരിക്കും, നിങ്ങൾ ചെവി വിളിക്കും. കളി വേണ്ട മക്കളെ. എന്നിട്ടും ഇപ്പം എന്താ പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് എൻ്റെ അടുത്ത് വരാതെ അവൻ ഡൽഹി, ബോംബെയും കൊൽക്കട്ടയൊക്കെ വരും പോലും. അതിന് ഡേറ്റുമായി അവർ ടിക്കറ്റ് സെയിലും തുടങ്ങി അവരവിടെ റിയലായിട്ട് പരിപാടി നടത്തുക. ഞങ്ങളിവിടെ കാശ് ഉടച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സംഭവം ഓക്കെ, ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു മെസ്സി വരും എന്നൊക്കെ പറഞ്ഞു. അതിലൂടെ എങ്കിൽ 4 വോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പം സ്ഥിതി മാറി, കളി മാറി, ഞങ്ങളെ പറ്റിക്കാൻ നോക്കുക. ഇതിപ്പം നമുക്ക് വേണ്ടി മാത്രമാണോ നമ്മളിവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത്? ഈ കേരളത്തിൽ മെസ്സിക്ക് ഗുണമല്ലായിരുന്നോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഗുണമല്ലേ? അവർക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്വീകരണമോ ഇത്രയും കാശോ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? 130 കോടിയാണ് ഞങ്ങളുടെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു രീതിയിൽ അവർക്ക് ജീവിക്കാൻ പാടില്ലായിരുന്നു കാശും മേടിച്ചിട്ട് മെസ്സിക്കൊക്കെ. ഇന്നലത്തെ വാർത്താ സമ്മേളനങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD-യുടെ ആൻഡോ അഗസ്റ്റിൻ്റെ വാർത്താ സമ്മേളനം. പുള്ളി പറഞ്ഞ കാര്യങ്ങളത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മറ്റേ ശ്രീനിവാസൻ്റെ ഉദയനാട് താരത്തിലെ ആളാണല്ലേ. ഒന്നല്ല, ഇതൊന്നും തള്ളല്ല, അതൊക്കെ പുള്ളി റിയലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് 2-3 ദിവസമായിട്ട് ഈ മെസ്സി ഇങ്ങനെ എയറിലാണ്. മെസ്സി വരില്ല കേട്ടോ, മെസ്സി ആരും നോക്കിയിരിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ഇങ്ങനെ എയറിലോട്ട്. എയറിലെന്ന് പറയുമ്പോൾ മറ്റ് ചാനലുകാർ കാര്യമായ രീതിയിൽ ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്യുന്നുണ്ട്. കാരണം ഒരു ചാനലുകാരാണ് ഇത് കൊണ്ടുവരാനായിട്ട് സ്പോൺസർഷിപ്പ് എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആഘോഷിക്കല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിസംബർ 13 മുതൽ 15 വരെ മെസ്സി ഇന്ത്യയിലുണ്ട് എന്നുള്ളൊരു വാർത്തയും പുറത്തു വന്നു. അപ്പോഴാണ് ഈ ഡിസംബറിൽ വരുന്ന കാര്യത്തിൽ തീരുമാനമായി, ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനമായി. ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞ കാര്യത്തിൽ എവിടാ കളിക്കുന്നതെന്ന് അറിയത്തില്ല, എന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല, ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് ഇവർ ഇതിങ്ങനെ കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ MD വാർത്താ സമ്മേളനം നടത്തിയത്. നല്ല കോമഡി എൻ്റർടൈൻമെൻ്റ്. ഞാൻ ഫുള്ള് ഇരുന്ന് കണ്ടു. 1 മണിക്കൂറോളം ഉണ്ടായത്. പുള്ളിയുടെ ആത്മവിശ്വാസം സമ്മതിക്കണം. എത്ര കോൺഫിഡൻസോട് കൂടിയാണ് പുള്ളി കള്ളത്തരങ്ങൾ പറയുന്നത് അല്ലേ? നമ്മൾ കേട്ടാൽ നമ്മൾ വിശ്വസിച്ചു പോകില്ല. ആദ്യമായിട്ടാണ് ആൻഡോ അഗസ്റ്റിൻ്റെ ഒരു വാർത്താ സമ്മേളനം അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുന്നത്. തീർച്ചയായും നമ്മൾ വിശ്വസിച്ചു പോകില്ല. നമ്മൾ വിചാരിക്കും ശരിയാ, അയ്യോ പാവം മനുഷ്യൻ മെസ്സി, എന്നാലും മെസ്സി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ മെസ്സി ആയിട്ട് അറിഞ്ഞോ എന്ന് തന്നെ കണ്ടറിയണം സുഹൃത്തുക്കളെ. മെസ്സി ഈ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ കുറിച്ച് അറിയാം മെസ്സിക്ക്. കാരണം പല പോസ്റ്റുകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് നടത്തുമ്പോഴത്തേക്കും നമുക്കറിയാം ആരവങ്ങളും കട്ടൗട്ടും കാര്യങ്ങളും. അതൊക്കെ മെസ്സിക്ക് അറിയാമായിരുന്നു. അല്ലാതെ ഈ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചും ഇങ്ങനത്തെ ഒരു കരാറിനെ കുറിച്ചും ഒക്കെ മെസ്സി അറിഞ്ഞു എന്ന് തന്നെ കണ്ടറിയണം. ജൂൺ 6-ാം തീയതി 130 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. 130 കോടി രൂപയ്ക്ക് ഒക്ടോബറിൽ ആണ് ഇവിടെ വരാമെന്ന് സമ്മതിച്ച് എല്ലാം റെഡി. ഞങ്ങൾക്ക് കാശ് കിട്ടിയിട്ടോ, നമുക്ക് അടുത്ത് മുന്നോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റായാണ്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ ഈ ഒക്ടോബർ എന്നുള്ളത് സെപ്റ്റംബറിലേക്ക് ആക്കിയാലോ. അപ്പോൾ ആൻഡോ ചോദിച്ചല്ല, സെപ്റ്റംബർ കഴിഞ്ഞിട്ടല്ലേ ഒക്ടോബർ? അല്ലല്ല, അടുത്ത വർഷം സെപ്റ്റംബറിൽ വന്നാലോ അത്. അപ്പോൾ ആൻഡോ പറഞ്ഞു അത് നടക്കൂല, വരുവാണെങ്കിൽ ഒക്ടോബർ, ഇല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിലും വെള്ള, ഇന്ത്യയിൽ ഒരു മണ്ണിലും ചവിട്ടില്ല. വാണിംഗ് കൊടുത്തു. അപ്പോൾ അങ്ങനെ പേടിച്ച് പറച്ച് നിൽക്കുകയാണ് ഇപ്പോൾ നിലവിൽ അർജന്റീനയും മെസ്സിയും എല്ലാവരും. ആക്ച്വലി ആ വാർത്താ സമ്മേളനത്തിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം കാണിക്കുന്നു, പറയുന്നൊക്കെ ഉണ്ട്. അതായത് ഇവർ പിന്നെ 1 കോടി ആൾക്കാരെ, 1 കോടി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് പോലും ഫാൻ മീറ്റാണ് ഉദ്ദേശിക്കുന്നത്. 1 കോടി ഇതൊക്കെ നടക്കും. 1 കോടി ആൾക്കാരൊക്കെ മെസ്സിനെ കാണാനായിട്ട് റോട്ടോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കേരളം സ്തംഭിക്കില്ലേ? അതിനൊക്കെ ഗവൺമെൻറ് അംഗീകാരം കൊടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഗവൺമെൻറ് നടത്തുന്ന പ്രോഗ്രാമാണെന്ന് പറയുന്നു കുറേ പേര്, അല്ല റിപ്പോർട്ടർ ചാനലുകാർ നടത്തുന്ന പ്രോഗ്രാമാണെന്ന് പറയുന്നു കുറേ പേര്. ഇത് ആരാണ് നടത്തുന്നതെന്ന് ആർക്കും അറിയില്ല. ഇപ്പം അങ്ങോട്ടും ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി ഒന്ന് പറയുന്നു, ആൻഡോ അഗസ്റ്റിൻ വേറെ ഒന്ന് പറയുന്നു, എന്തൊക്കെയോ പറയുന്നു. ഇത് ലാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫുട്ബോൾ പ്രേമികളെ പിടിച്ചിട്ട് ഈ വാർത്തയാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 1 കോടി ആൾക്കാരെ പങ്കെടുപ്പിച്ചുള്ള ഫാൻ മീറ്റ്, അതായത് രാംനാട്ടുകര മുതലാണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ റോഡ് സൈഡിൽ ആൾക്കാർ ഇറങ്ങി നിന്നിട്ട് 1 കോടി ആൾക്കാർ ഇവർ വാഹനം
ഒട്ടും പോസിബിളായിട്ട് തോന്നുന്നില്ല. പ്ലസ് ഇവർ ഈ ഫുട്ബോൾ മാച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരത്ത്, അർജന്റീനയും മൊറോക്കോയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ 500 കോടിയാണ് ഇവർ ചിലവ് ചിന്തിക്കുന്നത്. 500 കോടി രൂപയെ 500 കോടി മുടക്കിയിട്ട് ഇവരെന്ത് ബിസിനസ്സാണ് ഇതിൽ കാണുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് ആക്ച്വലി മെസ്സി വരുന്നുള്ള വാർത്ത നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ മെസ്സിനെ കൊണ്ടുവരുന്നതിൻ്റെ സ്പോൺസേഴ്സ് റിപ്പോർട്ടർ ചാനലാണ് എന്ന് ഞാൻ അറിഞ്ഞ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഓക്കെ ഈ പരിപാടി അത് നടക്കാൻ പോകുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോറി, സ്പോൺസർ ആരാന്ന് അറിഞ്ഞില്ല, ഇവരായിരുന്നു. ഓക്കെ, ഇത്രയും നാൾ മെസ്സി വരുമെന്ന് വിചാരിച്ചതിനോട് ക്ഷമിക്കണം എന്ന്. 500 കോടി മുടക്കിയിട്ട് ഫാൻ മീറ്റ് എന്ന് പറയുന്ന റോഡ് സൈഡിൽ കയറി നിന്ന് ഇവരെ കാണുന്നതിന് ഏതായാലും പൈസ മേടിക്കാൻ പറ്റില്ല ഇവരുടെ കയ്യിൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു വരുമാനമില്ല. ആകെ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നുള്ള വരുമാനമാണ് ഉദ്ദേശിക്കുന്നത്. കൂടി വന്ന് 50,000 പേരെ അങ്ങനെ അവിടെ കയറ്റാൻ പറ്റുമായിരിക്കും. 50,000 പേരുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വെച്ച് മേടിക്കും വരും? 500 കോടി കിട്ടണ്ടേ? സേവനമാണെന്നൊന്നും പറയരുത് റിപ്പോർട്ടർ TV നടത്തും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കത് കണ്ടറിയാം. ഈ ശിരൂര് അർജുൻ ലോറി അപകടത്തിൽ മരിച്ചപ്പം ഒരു ആനിമേഷൻ വീഡിയോ ഒക്കെ റിപ്പോർട്ടർ TV ഉണ്ടാക്കിയിരുന്നു. മേലെ നിന്ന് ഈ കല്ലും മടലും വരുന്നതും ഇതിൻ്റെ മേലെ വീഴുന്നതൊക്കെ ആയിട്ട്. മെയിനായിട്ട് ഇവർ കാരണമാണ് അന്ന് ആക്ച്വലി ഈ പുഴയെ തപ്പാതെ മണ്ണിൻ്റെ അടി തപ്പിക്കൊണ്ടിരുന്നത്. കാരണം ഇവർ ആനിമേഷൻ വീഡിയോ കിട്ടും, ഇതിൻ്റെ ഉള്ളിലാണ് ലോറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കണ്ടറിയില്ല നിങ്ങൾ. അതിനുശേഷം ഇവിടെ വയനാട് ചൂരൽമല മണ്ടൊക്കെ തുറന്നുണ്ടായപ്പോൾ അതിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ ഭയങ്കര മ്യൂസിക്കോട് കൂടി ഭയങ്കര ആനിമേഷനൊക്കെ വീട്ടിലാണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കണ്ടില്ലേ? അതേ ഒരു അല്ലെങ്കിൽ ആ ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഈ മെസ്സിൻ്റെ പ്രോഗ്രാമിൻ്റെ ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കിയത്. ഇന്നലെ അവരത് പ്രദർശിപ്പിച്ചു. 1 കോടി ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു, വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നു. ആനിമേഷൻ എങ്ങനെ വേണമെങ്കിലും കാണിക്കാമല്ലോ. ഹൈവേലിക്കുന്ന സൈഡ് 1 കോടി ആൾക്കാർ ഇവിടെ അങ്ങ് വരെ, കേരളത്തിൻ്റെ അങ്ങേറ്റം വരെ നിൽക്കുന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളി നടക്കുന്നു. ഇതൊക്കെ ഒരു നല്ല സെറ്റപ്പ് ആനിമേഷൻ വീഡിയോ. മലയാളത്തിലാണ് ഇവിടെ കാണിച്ചത്. ചിലപ്പോൾ അവിടെ ഡബ് ചെയ്ത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കാണിച്ചിരിക്കാം. എന്തോ ഇത് ആർക്ക് വേണ്ടി ആ വീഡിയോ ഷൂട്ട് ചെയ്താൽ അറിയില്ല. ആൻഡോസ്റ്റൻ പറയുന്നത് ഈ വീഡിയോ ഞങ്ങൾ അവരെ കൊണ്ട് കാണിച്ചു, അപ്പോഴത്തെ ഒരു ഇമ്പ്രസ്ഡ് ആയി, ഓക്കെ ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞതാണ് ഈ കാർട്ടൂൺ കണ്ടിട്ട്. അതായത് അർജന്റീന 130 കോടി രൂപ മേടിച്ച് പറ്റിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പൈസ അടച്ച റെസീപ്റ്റോ പിന്നെ ബാക്കി ഇതിൻ്റെ രേഖകളോ ഒന്നും പുള്ളി കാണിക്കാൻ തയ്യാറില്ല. എല്ലാം കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണമെന്നാണ് പറയുന്നത്. ഇനി ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, ഇന്ന് സമ്മതിച്ചാൽ ഈ 1 കോടി ആൾക്കാരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി 2 മാസം കഴിയുമ്പോൾ നടത്താൻ പറ്റുമോ? 1 കോടി ആൾക്കാർ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ അവർ പറയുന്ന പോലെ ഈ സ്റ്റേഡിയം ഈ 2 മാസം കൊണ്ട് ഇതുപോലെ ഒരുക്കാൻ പറ്റും? ഇതൊക്കെ ഒരു കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി. അതാണ് വളരെ കോൺഫിഡൻസോട് കുറേ നുണയെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ട് വിശ്വസിച്ച് മെസ്സി ഇപ്പോൾ വരുന്നെന്നും ചിന്തിച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. ആൻഡോസ്റ്റൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അർജന്റീന ടീം മനസ്സിലാക്കി ഇന്ത്യ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ വരാം, ഞങ്ങൾ ഇന്ന പ്രോഗ്രാമിന് വരാം, ഇന്ന പ്രോഗ്രാമിന് വരാം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇന്ന് പൈസ മേടിച്ചിട്ട് അടുത്ത വർഷം വരാം, മറ്റു വർഷം വരാം എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കാം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തട്ടിപ്പ്, പുതിയൊരു തട്ടിപ്പ് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അറിയോ, ആൻഡോ അഗസ്റ്റിനെ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ മറ്റേ സൈബർ ടീം അങ്ങനെ പറ്റിച്ചാണോ എന്നറിയില്ല. ഈ OTP പറഞ്ഞു കൊടുത്തിട്ടെ, നമ്മൾ കണ്ടിട്ടില്ലേ ഈ സൈബർ അറസ്റ്റോ അങ്ങനത്തെ പറഞ്ഞിട്ട് സംഭവം, വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ? അതേപോലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റൂമിനകത്ത് കയറി ഇന്ന് ഈ വീഡിയോ കോളിലൂടെ ഇതൊക്കെ പറ്റിച്ചോ എന്നറിയില്ല. ഓക്കെ ഞങ്ങൾ വരാം, ഒക്ടോബർ വരാം, മെസ്സി റെഡി, എല്ലാവരും റെഡി, ഓക്കെ സെറ്റ്, ഒരു ഇത് അയച്ചിട്ടുണ്ട്, ലിങ്ക് അയച്ചിട്ടുണ്ട്, OTP എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 130 കോടി തട്ടിക്കൊണ്ട് പോയതാണ് അറിയത്തില്ല. അല്ലെങ്കിൽ മെസ്സിക്കൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര രൂപയാണ് വരുമാനം കിട്ടുന്ന ആൾ. മെസ്സിക്ക് ഇനി ഒന്നും വേണ്ട, ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ കയറിയിട്ട് 2 ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടാൽ കിട്ടും കോടികൾ. നമ്മുടെ വിരാട് കോഹ്ലി വരെ ഒരു പോസ്റ്റിന് 7 കോടി 8 കോടിയൊക്കെ ആവുന്നത്, ഒരു പോസ്റ്റിന്, വെറും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്. അപ്പോൾ മെസ്സിയൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടാൽ എത്ര പേരാ കാത്തു നിൽക്കുന്നത്, ഇതിടുവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഇവിടുത്തെ 130 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ടർ ചാനൽ 100 കോടി രൂപയ്ക്ക് വേണ്ടി മെസ്സി അർജന്റീനയും പറ്റിച്ചത്, അർജന്റീന തട്ടിപ്പ് നടത്തിയെന്ന് ഇരിക്കാൻ വയ്യ. അല്ലാണ്ട്